ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭി ജയിലിലായിരിക്കുകയാണല്ലോ. അഭിയാണെങ്കിൽ നവ്യനെയും അതുപോലെ തന്നെ ജലജനെയൊക്കെ എഴിവ് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജലജയോടായിട്ട് പറയുന്നുണ്ട്, നവ്യ നമ്മുടെ കൈവിട്ടു പോകരുത്, ഒരിക്കലും നവ്യ എല്ലാ സത്യങ്ങളും അറിയരുത്, നവ്യ നമ്മളോടൊപ്പമുള്ളതാണ് നമുക്ക് ശക്തി, അവളെ കൊണ്ടുവേണം നമ്മൾ ഇനി ആ കുടുംബം കുളം തോണ്ടിക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ചേച്ചീനെയും അനിയത്തിമാരെയും ശത്രുക്കളാക്കി തീർക്കണം, അവർക്കെതിരായിട്ട് ഇവിടെ വെച്ച് നമുക്ക് പ്രവർത്തിക്കണം അമ്മേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അതൊക്കെ ജലജ സമ്മതിക്കുകയും ചെയ്യാൻ കേട്ടോ. അങ്ങനെ നവ്യയാണെങ്കിൽ അഭിയെ കാണാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് അഭി പറയുന്നുണ്ട്, നമുക്ക് അനന്തപുരിയിൽ പുല്ല് വിലയാണ്, അല്ലെങ്കിൽ തന്നെ ആദർശേട്ടൻ അത്രയും വലിയ തെറ്റുകൾ ചെയ്തിട്ട് ആദർശേട്ടനെ എല്ലാവരും തലമുകളിൽ കയറ്റി വെച്ചിരിക്കുകയല്ലേ, ഒന്നും സംഭവിക്കാത്ത രീതിയിൽ. എന്നിട്ട് ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് തന്നെ വലിയ രീതിയിൽ പെരുപ്പിച്ച് എന്നെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്ന കണ്ടില്ലേ. കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാനോ ജാമ്യമെടുക്കാനോ ഒന്നും തന്നെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ പുറമ്പോക്ക് ഭൂമികളാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് തന്നെ അഭി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ സ്ഥാനം അവിടെ നഷ്ടപ്പെടാൻ പോവുകയാണ്. ആദർശേട്ടൻ്റെയും അതുപോലെ തന്നെ നയനയുടെയും കുഞ്ഞവിടെ പിറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞിന് യാതൊരുവിധ വിലയില്ല. നമ്മുടെ കുഞ്ഞ് അവിടെ രണ്ടാം സ്ഥാനക്കാരിയായി പോകും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നീ കൈകാര്യം ചെയ്തോണം, വേണ്ട വിധത്തിൽ നീ ചെയ്തോണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നവ്യ പറയുന്നുണ്ട്, നിനക്ക് എന്തിനും ഏതിനും കൂടെ ഞാനുണ്ടായിരിക്കും അഭി, നിൻ്റെ കൂടെ തന്നെ ഇനി ഞാനുണ്ടായിരിക്കും, അത് എന്തിനാണെങ്കിലും ശരി എന്നൊക്കെ പറയാൻ കേട്ടോ. ആ ഒരു വാക്കിലൂടെ തന്നെ അഭിക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയാണ്. കാരണം താനിനി എന്ത് ചതികൾ ചെയ്താലും ആരെ കൊന്നെന്ന് പറഞ്ഞാലും നവ്യക്കതൊരു വിഷയമല്ല, നവ്യ തൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്ന അഭിയാണെങ്കിൽ നയനയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നൈസായിട്ട് നമ്മുടെ നവ്യയോട് പറയാൻ കേട്ടോ. അതുപോലെ തന്നെ ആ അനന്തപുരി തറവാട് തന്നെ കുളം തോണ്ടണമെന്നും ഇനി ആരും അവിടെ സന്തോഷമായിട്ട് ജീവിക്കരുതെന്നും നമുക്ക് തരാത്ത സന്തോഷം അവിടെ ആരും അനുഭവിക്കരുതെന്നും ഒക്കെ അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ട് നവ്യ ആണെങ്കിൽ ആകെ ഒരു എല്ലാം തകിടം മറിഞ്ഞ് ആകെ ദേഷ്യത്തിലിരിക്കുന്ന നവ്യനെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന നവ്യ അടിമുടി മാറിയൊരു നവ്യയായിരിക്കുമേ. അതായത് ഇത്രയും നാളും എല്ലാവരും സ്നേഹിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇച്ചിരി അഭിക്ക് തൻ്റെ ഭർത്താവെന്ന നിലയിലൊരു പരിഗണനയും സ്നേഹം സപ്പോർട്ടും ഒക്കെ കൊടുത്തിരുന്നെങ്കിലും നയനയോടൊക്കെ നല്ല കാര്യം തന്നെയായിരുന്നു നവ്യയ്ക്ക്. പക്ഷേ തൻ്റെ ഭർത്താവിനെ ജയിലിലാക്കിയതോടുകൂടി തന്നെ ആ ഒരു ഇതെല്ലാം മറഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെ നവ്യയാണെങ്കിൽ എല്ലാവർക്കും എതിരെ തിരിഞ്ഞു നിൽക്കുകയാണ്. കാരണം അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ അഭിക്കും ജലജയ്ക്കും നവ്യയ്ക്കും ആരും തന്നെ കൂട്ടില്ല, എല്ലാവരും തിരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് നവ്യ ആകെ കലിയിളകുകയാണ് കേട്ടോ. അഭിയെ ഇറക്കാനോ അഭിക്ക് എന്ത് പറ്റിയെന്നോ അഭിയെക്കുറിച്ചൊരു കാര്യങ്ങൾ പോലും ഇവിടെ ആരും ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ, ഞങ്ങളെ ആ ഒരു രീതിയിലാണല്ലോ നിങ്ങളെല്ലാവരും കാണുന്നത്, ഇനി ഞങ്ങളും അങ്ങനെ തന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനി എനിക്ക് അനിയത്തിമാരെന്ന് പറഞ്ഞ വർഗ്ഗങ്ങളില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയും അതുമാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയാണെങ്കിൽ ആകെ സെൻറ്റി അടിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ടാണെങ്കിൽ നയനയും ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. എത്രയൊക്കെ പറഞ്ഞ് നവ്യനെ പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കുന്നെങ്കിലും നവ്യ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ നവ്യയാണെങ്കിൽ നയനയുടെ വലിയൊരു ശത്രുവായി തന്നെ മാറുകയാണ് കേട്ടോ. നയനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു പോലും നവ്യയ്ക്ക് ഇപ്പോൾ ആരും അല്ലാത്തതായി മാറുകയാണ് കേട്ടോ. അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതെങ്ങനെയെങ്കിലും നശിക്കണം എന്ന ചിന്തകൾ മാത്രമേ നവ്യയുടെ മനസ്സിൽ ഉള്ളൂ കേട്ടോ. ഇതിനെല്ലാം കാരണം അഭി ജയിലിലായതോടുകൂടി ആരും അഭിയെ ഒന്ന് തിരിഞ്ഞ് നോക്കുമോ അതുപോലെ തന്നെ അഭിയെ കുറ്റം ചാർത്തുകയൊക്കെ ചെയ്തതിൻ്റെ ആ ഒരു ദേഷ്യവും വൈരാഗ്യവും വാശിയും ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഈ അവസരങ്ങളെല്ലാം മുതലെടുക്കുന്നുണ്ട് കേട്ടോ ജലജ. അതായത് നവ്യനെ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ നവ്യനെ എല്ലാവരുടെയും ശത്രുക്കളാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ നമ്മുടെ ദേവയാനിയാണെങ്കിൽ നയനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, അങ്ങനെ വിറ്റാമിൻസും മിനറൽസും നിറഞ്ഞ് പലഹാരങ്ങളും ജ്യൂസുകൾ അങ്ങനെ എല്ലാം തന്നെ നയനയ്ക്ക് കൊടുക്കാൻ കേട്ടോ. നയനയുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ദേവയാനി ആയിരിക്കുമേ. ദേവയാനി നയനയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കാതിരിക്കും കേട്ടോ. ഒരു പെറ്റമ്മയുടെ സ്ഥാനം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. തൻ്റെ കരൾ പാതി അവളുടെ ശരീരത്തും എൻ്റെ ശരീരത്തും ആയതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്നിച്ച് നിൽക്കുന്നത് പോലെയാണ് എന്നൊക്കെ ഒരു തോന്നലാണ് കേട്ടോ ദേവയാനിക്ക്. അങ്ങനെ ദേവയാനിയാണെങ്കിലും നയനയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നയനയുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നവ്യയ്ക്ക് കലിയിളകാണ് കേട്ടോ. കാരണം നവ്യ ഗർഭിണിയായിരുന്നപ്പോൾ പോലും നവ്യയ്ക്ക് ഇത്രയും ഒരു കെയറിങ്ങും സപ്പോർട്ടും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് അനിയത്തിക്കാണ് എങ്കിൽ പോലും ആ ഒരു കുശുമ്പും ഒക്കെ നവ്യയ്ക്ക് ഉണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ജലജ കിച്ചണിലേക്ക് വരുമ്പോഴായിരിക്കും ദേവയാനി കാര്യമായിട്ട് നയനയ്ക്ക് എന്തോ ജ്യൂസൊക്കെ തയ്യാറാക്കുന്ന കാണുന്നത്. അങ്ങനെ തയ്യാറാക്കി വെച്ചതിന് ശേഷം ദേവയാനി അടുക്കളയിലേക്ക് റൂമിലേക്ക് പോകുകയായിരിക്കും കേട്ടോ.
ഈ ഒരു സമയത്ത് ജലജയാണെങ്കിൽ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ച ആ ഒരു ടാബ്ലറ്റ് എടുക്കാനിട്ടോ, അത് അബോഷനൊക്കെ ആയി പോകാനുള്ള വീര്യം കൂടിയ ഒരു പോയിസൺ അടങ്ങിയിട്ടുള്ള മരുന്നായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു ടാബ്ലറ്റ് ജ്യൂസിലേക്ക് ആരും കാണാതെ പൊടിച്ച് കലക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി വരുന്നതിന് മുൻപേ തന്നെ അവിടെ നിന്നും സ്ഥലം വിടുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കായിരിക്കും കേട്ടോ നമ്മുടെ ജാനകി. കാരണം ജലജയാണെങ്കിൽ പതുങ്ങി എല്ലായിടത്തും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി കിച്ചണിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ ജാനകിയാണെങ്കിൽ ജലജയുടെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഷെൽഫിൻ്റെ മറവിൽ ഒളിഞ്ഞു നിൽക്കുന്ന ജാനകി നമ്മുടെ നയനയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ജ്യൂസിനകത്ത് എന്തോ കലക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാനകി ഇങ്ങനെ വായിൽ കൈവെക്കുകയാണ്. ഇവളിതെന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഒരു ഗർഭിണിയായ പെൺകുട്ടിയോടാണോ ഈ ക്രൂരതയൊക്കെ കാട്ടുന്നത്? എന്തിനുള്ള മരുന്നായിരിക്കും? ഇനി ഗർഭം മനസ്സാനുള്ളതോ വല്ലതും ആണോ? എന്ത് ഈശ്വര, ഇവൾ ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് തീർക്കാനാണ് എന്നൊക്കെ മനസ്സിൽ കരുതുകയാണ് കേട്ടോ ജാനകി. ശേഷം കാണിക്കുന്നത് ദേവയാനി പിന്നീട് അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ദേവയാനി ആ ജ്യൂസുമായിട്ട് നയനയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് നയനയാണെങ്കിൽ ആകെ ടയേർഡായി മുഖമൊക്കെ വെളുത്തിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നിനക്ക് പറ്റി? നവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണോ? എല്ലാവരെയും കാട്ടിലും നിനക്കല്ലേ നിൻ്റെ ചേച്ചിയെ കൂടുതൽ അറിയാവുന്നത്. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചവരല്ലേ നിങ്ങൾ. നിനക്കറിയാലോ അവളുടെ സ്വഭാവം. ഇക്കരെ പച്ച കണ്ടാൽ ഇക്കരെ ചാടും, അക്കരെ പച്ച കണ്ടാൽ അക്കരെ ചാടും. അങ്ങനെയുള്ള ഒരുത്തിയല്ലേ. അവൾക്ക് സഹോദരങ്ങളോട് സ്നേഹവും ഇതൊന്നും നിലനിൽക്കുന്ന സ്നേഹമൊന്നും അല്ല അവൾക്കുള്ളത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നയന പറയുന്നുണ്ട്, ഇല്ലമ്മേ, ചേച്ചി എല്ലാം മാറി വന്നതായിരുന്നു. ചേച്ചിക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്രയൊക്കെ ദുഷ്ടനാണെന്ന് പറഞ്ഞാലും അഭി ഇപ്പോഴും ചേച്ചിയുടെ മനസ്സിലെ കൺകണ്ട ദൈവം തന്നെയാണ്. അല്ലെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ അഭിനെക്കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കാൻ ചേച്ചിക്ക് കഴിയുന്നില്ല. അതാ ഇതൊക്കെ സംഭവിക്കുന്നത്. അഭി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചി വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. നമ്മളൊക്കെ അവർക്കെതിരായിട്ട് നിൽക്കുകയും അവരെ അഭിയെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനോട് പോലും നവ്യേച്ചി എന്തൊരു വെറുപ്പ് വെച്ച് പുലർത്തുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുവാണ് എന്നൊക്കെ പറയാനിട്ടോ. ഈ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, മോളെ അതൊന്നും ഓർത്ത് മോള് ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും ഒന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അഭിയുടെ ചെയ്തികളെല്ലാം നവ്യയുടെ മുൻപിൽ തെളിയുക തന്നെ ചെയ്യും. ആ ഒരു സമയത്ത് നവ്യ ഇതെല്ലാം തിരിച്ചറിയും. ഇപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ മോള് അവൾ പറഞ്ഞൊന്നും കാര്യമാക്കി ഒന്നും എടുക്കണ്ട. അവൾ പോയ ഒരു കോടാലിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. മോൾക്ക് ഇവിടെ ഞങ്ങളെല്ലാവരും ഇല്ലേ. മോൾ ഇന്നോർത്ത് മനസ്സ് വിഷമിക്കണ്ട. ചുമ്മാ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഉള്ളിലുള്ള കുഞ്ഞിനും കൂടെ അതൊക്കെ കേടാ. അതുകൊണ്ട് നീ ഇനി മുതൽ നിൻ്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ, അകത്തൊരാളോടുണ്ട്, അതും കൂടെ ആലോചിച്ചിട്ട് വേണം ഓരോന്ന് ചെയ്ത് കൂട്ടാൻ. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ഞാൻ കുറച്ച് ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് കുടിച്ചേക്കണം. ഇതിനകത്ത് റിച്ചായിട്ട് വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടില്ല. അതുമാത്രമല്ല, നിനക്ക് ബ്ലഡിൻ്റെ കണ്ടൻറ്റ് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പൊടിക്കൈകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ജ്യൂസാണ്. അതുകൊണ്ട് നീ മറക്കാതെ ഇത് മുഴുവൻ കുടിച്ചണം. അല്ലെങ്കിൽ വേണ്ട, നീ കുടിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ, ഇല്ലമ്മ ഞാൻ കുടിച്ചോളാം, അമ്മ ഇവിടെ വെച്ചിട്ട് പോയിക്കോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ആ ഒരു സമയത്ത് ആദർശിൻ്റെ അച്ഛൻ വിളിക്കുന്നുണ്ട് ദേവയാനിനെ. അങ്ങനെ ദേവയാനി, മോളെ ഇത് വേഗം കുടിക്കൂ കേട്ടോ, കുടിക്കാതിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മ ഇത്രയും സ്നേഹത്തോടെ കരുതലോടെ കൊണ്ട് തന്ന ജ്യൂസ് ആയതുകൊണ്ട് തന്നെ നയന അതെടുത്ത് ഇങ്ങനെ വായിൽ വയ്ക്കാൻ പോകുമ്പോഴായിരിക്കും ജാനകി ഓടി വന്നത് കേട്ടോ. അങ്ങനെ ജാനകി ആ ഒരു ജ്യൂസ് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് അത് കുടിക്കല്ലേ എന്ന്. ഉടനെ നയന ഓർക്കും, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്, എന്താ ചെറിയമ്മയെന്ന് ചോദിച്ച് നയന ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് കുടിക്കല്ല, അത് വിഷമാണെന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് നയനയ്ക്ക് ദേഷ്യം വരാൻ കേട്ടോ. എന്താ ചെറിയമ്മ പറഞ്ഞത്? ഇതെനിക്ക് അമ്മ കൊണ്ടു തന്നതാ. അമ്മ ഇതിനകത്ത് വിഷം കലക്കിയെന്നാണ് ചെറിയമ്മ പറഞ്ഞത്. അയ്യോ ചേച്ചി വിഷം കലക്കിയെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് മറ്റൊരാൾ വിഷം കലക്കിയിട്ടുണ്ട്, അത് നീ കുടിക്കണ്ട എന്ന് പറയുമ്പോഴത്തേന് ആര് കലക്കിയെന്ന് ചെറിയമ്മ പറയുന്നത്. എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറ ചെറിയമ്മ, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്തായിരിക്കും നയന പിന്നെയും ചോദിക്കുമ്പോൾ, ജലജ ഇനിയിപ്പോൾ ഇതുകൂടെ അറിഞ്ഞിട്ട് എല്ലാവരും ഇനി അടുത്ത ഒരു പുകിൽ ഇവിടെ ഉണ്ടാക്കണ്ട. ഒരു വിധത്തിൽ പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നിൽക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇക്കാര്യം ഇപ്പോൾ നയനമോളോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ജാനകി പറഞ്ഞിട്ട്, അത് പിന്നെ ഈ ജ്യൂസിനകത്ത് എന്താ ചെറിയമ്മ പറഞ്ഞ, ആറ് വിഷം കലക്കുന്ന, അല്ല വിഷം കലക്കിയെന്നല്ല, ഒരു വിഷവസ്തു ഇതിനകത്ത് പോകുന്നത് ഞാൻ കണ്ടു. വിഷവസ്തു പോകുന്നത് ആ ഒരു എട്ടുകാലി ഇതിനകത്ത് പോകുന്നത് കണ്ടായിരുന്നു. എപ്പോൾ കണ്ടു എന്നിട്ട് ചെറിയമ്മ എടുത്തില്ലേ? അത് പിന്നെ അവിടെ ജ്യൂസ് കിച്ചണിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ എട്ടുകാലി അതിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് എടുത്തും കളഞ്ഞായിരുന്നു. എന്നിട്ട് ഈ ജ്യൂസ് കൊടുക്കണ്ട എന്ന് പറയാൻ വേണ്ടി ചേട്ടത്തിയെ തപ്പിപ്പോയപ്പോൾ ചേട്ടത്തി അവിടെ കണ്ടില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചേട്ടത്തി ഇങ്ങോട്ടേക്ക് നിനക്കത് കൊണ്ടുതരുന്നത് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിപ്പോൾ നീ കുടിക്കണ്ട എന്ന് പറയാൻ കേട്ടോ.
ഈ സമയത്ത് നയന പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കുടിക്കുന്നില്ല, പക്ഷേ ചെറിയമ്മ എന്നിങ്ങനെ പറയുമ്പോൾ എന്താ, അല്ല ചെറിയമ്മ എൻ്റെ അടുക്കലേക്കൊന്ന് വന്നല്ലോ, അത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ എനിക്ക് നല്ലതും പതിരും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് മോളെ, സാരമില്ല. പിന്നെ നീ എന്നോട് എന്ത് തെറ്റ് ചെയ്തു, നിന്നോട് ഞാൻ ദേഷ്യവും വാശിയും വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്താൻ നീയും എൻ്റെ മരുമകൾ തന്നെയല്ലേ എന്നൊക്കെ പറയാനിട്ടോ. എന്നിട്ട് നിൻ്റെ ആരോഗ്യം ഇനി മുതൽ ഞാനും കൂടെ നോക്കേണ്ടതല്ലേ, നീ ധൈര്യമായിട്ടിരിക്കുക, പിന്നെ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ എന്നൊക്കെ പറയാനിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല നല്ല രീതിയിൽ ശ്രദ്ധയോടെ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റുള്ളൂ, അത് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്ന് കണ്ടും കേട്ടുമൊക്കെ നിൽക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷനും ഒരു ഡൗട്ടും ഒക്കെ തോന്നുകയാണ്. ചെറിയമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ആദ്യം പറഞ്ഞു ഇതിലാരെ വിഷമൊക്കെ കലർത്തിയിട്ടുണ്ടെന്ന്, പിന്നെ പറഞ്ഞു ഇതിലെന്തൊരു വിഷവസ്തു വന്ന് വീണിട്ടുണ്ടെന്ന്, ഇതെന്താ ഈ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇനി എന്താ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ വയ്യാതെ അങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ. ഈ സമയത്ത് ദേവയാനി അവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം ചില്ലുകൾ ഗ്ലാസ്സൊക്കെ കിടക്കുന്ന കാണുമ്പോൾ എന്താ നമ്മളെ സംഭവിച്ചത്, നീ ജ്യൂസ് കളഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കളഞ്ഞതല്ല, ചെറിയമ്മ വന്ന് തട്ടിക്കളഞ്ഞോ, എന്തിനാ ജാനകിയോ, എന്തിനാ തട്ടിക്കളഞ്ഞത്, എന്താ ഇവിടെ സംഭവിച്ചു, അവളെന്തിനാ ഈ ജ്യൂസ് തട്ടിക്കളഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ ഈ ജ്യൂസ് തയ്യാറാക്കി വെച്ചപ്പോൾ അവിടെ ഒരു എട്ടുകാലി വന്ന് വീണിരുന്നു എന്ന്, അത് ചെറിയമ്മ കണ്ടപ്പോൾ ചെറിയമ്മ എടുത്ത് കളഞ്ഞു എന്ന്, അതിനുശേഷം അമ്മ ഇത് കൊണ്ടുവന്നിരുന്നു, എങ്കിലും അവൾക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കളഞ്ഞാൽ പോരായിരുന്നോ എന്ന് പറയുമ്പം അത് പിന്നെ ചെറിയമ്മ അമ്മയോട് പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും അമ്മ ഇവിടേക്ക് കൊണ്ടുവന്നായിരുന്നു എന്നാണ് പറഞ്ഞത്, അങ്ങനെ കളയില്ലെന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചത്, പിന്നെ ഞാൻ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ നയന പറഞ്ഞിട്ട്, എൻ്റെ അമ്മേ ഒന്ന് കണ്ണ് തെറ്റിയാൽ പോരെ, എന്തെങ്കിലുമൊക്കെ വന്ന് വീഴാൻ, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ചെറിയമ്മ കണ്ടതുകൊണ്ട് ഏതായാലും ഭാഗ്യമായി അല്ലേ അമ്മേ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ദേവയാനി ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ടമ്മേ ഞാൻ വൃത്തിയാക്കിക്കോളാം. ഉടനെ ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഇനി നീ കുനിഞ്ഞു കിടന്ന് ഇതൊന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട, നിനക്ക് ഇപ്പോൾ ആവശ്യം റെസ്റ്റാണ്, നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് കേൾക്കാൻ കഴിയില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി തന്നെ അതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് ദേവയാനിക്കാകെ ഡൗട്ടാണ്, കാരണം ദേവയാനി അവിടെ അതുപോലെ എല്ലാം നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ട് പോയപ്പോൾ എട്ടുകാലി വരാൻ ഒരു വിധത്തിലുള്ള സാധ്യതയും കാണുന്നില്ല. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാതെ ആകെ അന്തം വിട്ട് നിൽക്കുന്ന ദേവയാനിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ശേഷം നമ്മുടെ ജാനകിയാണെങ്കിൽ ഒരു മാസ് എൻട്രി തന്നെ നടത്തുകയാണ് കേട്ടോ ജലജയുടെ റൂമിൽ. അങ്ങനെ ജലജയുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജലജയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു കൂട്ടിയത്, എന്ത് കാണിച്ചു കൂട്ടിയെന്ന്. ആ ഒരു സമയത്ത് ജലജയാണെങ്കിൽ ഒരു നിലവിളിക്കായിട്ട് കാത്തിരിക്കുകയായിരിക്കും കേട്ടോ. നവിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജ്യൂസിൽ വിഷം കലർത്തിയ കാര്യം. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒരു നിലവിളി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുകയായിരിക്കും കേട്ടോ. ആ സമയത്തായിരിക്കും ജാനകി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, ഞാനൊന്നും ചെയ്തില്ലല്ലോ, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ ആ അടുക്കളയിൽ പോയി കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടു ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു പരിങ്ങലോടുകൂടി ജാനകിയെ നോക്കാനായിട്ട് ജലജ എന്ത് കണ്ടു എന്നാണ് പറയുന്നത്. ഞാൻ കാണേണ്ടത് തന്നെ കണ്ടു, നീ ആ ജ്യൂസിനകത്ത് പോയിസൺ കലക്കുന്നത് ഞാൻ കണ്ടിരുന്നു, എന്തിനുള്ള പോയിസണായിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ അത് പോയിസണൊന്നുമല്ല, കുങ്കുമപ്പൂ ഇച്ചിരി അവിടെ ഇരുന്ന് എടുത്ത് കലക്കിയതാന്ന് പറയുമ്പോൾ, പിന്നെ കുങ്കുമപ്പൂ കലക്കി നീ നയനയ്ക്ക് കൊടുക്കാൻ പോലെ, നീ കുങ്കുമപ്പൂ കലക്കി നീ കുടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, പക്ഷേ നീ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാനായിട്ട് ഈ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, എന്ന് മുതൽ ഏട്ടത്തിക്ക് നയനയോട് സ്നേഹം തോന്നി തുടങ്ങിയത്, എനിക്ക് നയനയോട് വെറുപ്പും ദേഷ്യമൊന്നുമില്ല, ചില തെറ്റിദ്ധാരണകൾ മൂലം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നുള്ളത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ആരെയും കൊല്ലാൻ വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല, ഞാനിതിന് കൊല്ലാൻ ചെയ്യുന്നു, ചേച്ചിയോട് ആരാ പറഞ്ഞത്, നീ അങ്ങനെ പലതും ചെയ്യും, അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ടാബ്ലറ്റ് ഇതിനകത്ത് കലക്കിയത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീ ഇനിയും കള്ളം പറയില്ല ജലജ, എല്ലാം കണ്ടിട്ട് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് ജലജ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ജാനകി പറഞ്ഞിട്ട്, ഭാഗ്യത്തിന് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷയായി, അതുകൊണ്ട് നയനെ അത് കുടിക്കുന്നതിൽ നിന്ന് തടയാൻ എനിക്ക് സാധിച്ചു എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് നവ്യയുടെയും അതുപോലെ തന്നെ ജലജയുടെയും പ്രതീക്ഷകളെല്ലാം തകിടം അറിയാൻ കേട്ടോ. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കാൻ കേട്ടോ ജലജയും നവ്യയും. ജാനകി പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ കാര്യം ഞാൻ ആരോടും പറയുന്നില്ല, അതിന് കാരണം ഇപ്പം നിൻ്റെ മകൻ ജയിലില്ല, ഇനി നിന്നെയും കൂടെ ഇവിടെ ഇറക്കി വിടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പറയാഞ്ഞത്, ഇനി ഇത് ആവർത്തിച്ചാൽ എനിക്കിതൊക്കെ പറയേണ്ടി വരും, അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോണം എന്ന് ജലജയോട് പറയാൻ കേട്ടോ. ഒരു ഗർഭിണിയായ പെൺകൊച്ചിനെ നീ തകർക്കാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ തിരിച്ച് നിനക്ക് തന്നെ വരുമെന്ന് നീ ഓർക്കണം, നിനക്കും 2 മക്കളുണ്ട്, നിനക്കും ഒരു പെങ്കൊച്ചുണ്ട് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും കേട്ടോ ജാനകി അവിടെ നിന്നും പോകുന്നത്.